ഏകദേശം ഒരാഴ്ച മുമ്പ് ഒരു ഉമ്മ അവർ പറഞ്ഞ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രയാസത്തിൻ്റെ വലിയൊരു സങ്കടത്തിൻ്റെ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ നമുക്കും അത് കേട്ടപ്പോൾ വല്ലാത്തൊരു എന്താ പറയുക, അവരോട് എന്ത് പറഞ്ഞു കൊടുക്കണമെന്നറിയാത്ത ഒരവസ്ഥയായിരുന്നു. എന്താണ് ആ ഉമ്മ പറഞ്ഞതെന്നറിയോ? ആ ഉമ്മ എന്നോട് പറഞ്ഞ ആ സങ്കടക്കാര്യം ഒരുപക്ഷെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലുണ്ടാവാം, നമ്മുടെ മക്കളിലുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോഴും ആ ഒരു വല്ലാത്തൊരു സങ്കടമുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ഉമ്മ പറഞ്ഞ സങ്കടത്തിൻ്റെ വർത്തമാനം? അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു സൊല്യൂഷൻ ഉണ്ട്, ഒരു എന്താ പറയുക എളുപ്പമാർഗം, അത് മാറിക്കിട്ടാൻ. ഇൻഷാ അല്ലാഹ് അതൊന്ന് നമുക്കൊന്ന് കേട്ടാലോ? ഒരുപക്ഷെ ഇത് നിങ്ങളുടെയും ജീവിതത്തിൽ ഉപകരിക്കും. അതുകൊണ്ട് കേൾക്കാൻ മറക്കല്ലേ. ഇന്ന് ഒരുപാട് കുട്ടികൾ വലിയ അബദ്ധത്തിലേക്ക് പോകുന്നത് നിരീശ്വരവാദം, യുക്തിവാദം കൊണ്ടാണ്. അള്ളയില്ല, റസൂലില്ല, നിസ്കരിക്കണ്ട, നോമ്പ് പിടിക്കണ്ട, ഞാനൊന്നും നിസ്കരിക്കുന്നില്ല, ഞാൻ തലയെ തട്ടിവിടുന്നില്ല, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, എനിക്കൊരു പ്രശ്നമില്ലല്ലോ, പിന്നെ നീ എന്തിനാണോ തലയെ തട്ടിവിടുന്നത്, നീ എന്തിനാണോ നിസ്കരിക്കുന്നത്, നീ എന്തിനാണോ നോമ്പ് പിടിക്കുന്നത് എന്ന് നമ്മളെ വഴിപിഴപ്പിക്കാൻ, നമ്മുടെ മക്കളെ വഴിപിഴപ്പിക്കാൻ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അപ്പം നിരീശ്വരവാദം, യുക്തിവാദം, അതുപോലെ പറഞ്ഞാൽ അനുസരണയില്ലായ്മ, അങ്ങനെ നമ്മുടെ മക്കൾക്ക് പല രൂപത്തിലുള്ള ദുസ്വഭാവങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചില ആ ഉമ്മമാർ പറയാറുണ്ട്, ഉസ്താദെ മകനൊന്ന് നിസ്കരിച്ച് കിട്ടാൻ, അവനൊന്ന് എന്താണ് സ്നേഹത്തോടെ ഞങ്ങളോടൊന്ന് പെരുമാറാൻ ഉസ്താദ് ദ്വാരക്കണേ, എന്താണ് ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെ പല സഹോദരിമാരും ഉമ്മമാരും ചോദിക്കാറുണ്ട്. അതിനുള്ള വലിയൊരു പരിഹാരം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂടാതെ നമ്മുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ എല്ലാവിധ ഖൈറും സന്തോഷവും റാഹത്തും ഉണ്ടാവാൻ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മും ഒരു കുഞ്ഞു ദുആയും നമുക്കിന്ന് കേട്ടു പഠിച്ചാലോ? വീഡിയോ അവസാനം വരെ കാണണേ, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു ദിവസം അതിമനോഹരമായ അള്ളാഹുവിൻ്റെ ഒരുപാട് നിഅമത്തുകൾ കിട്ടുന്ന, ഒരുപാട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കരുണ കിട്ടുന്ന, റഹ്മത്ത് കിട്ടുന്ന ഒരു നല്ലൊരു ദിവസമാക്കി അള്ളാഹു തആല നമ്മളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ക്ലാസ് അൽഹംദുലില്ലാ ഒരുപാട് പേര് കേൾക്കുന്നു, ഒരുപാട് പേര് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്, പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറയുന്ന, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും, നമ്മുടെ ഈ കേൾക്കലും, നമ്മുടെ ഈ ക്ലാസ്സും, നമ്മുടെ ഈ ഒത്തൊരുമയും എല്ലാം അള്ളാഹു തആല നാളെ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടാകുന്ന നല്ല ഒരു അമലായി പടച്ച റബ്ബ് നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിരവധി പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആയിലുണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു സഹോദരി, ഒരു ഉമ്മ, അവര് പറഞ്ഞ ഒരു അനുഭവം, അതായത് അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. 3 മക്കളാണുള്ളത്. മൂത്ത ആള് ആൺകുട്ടിയാണ്. ഓനിക്ക് 22 വയസ്സുണ്ട്. ഓന് ടൈലിൻ്റെ പണിയാണ്, വീടുകളിലൊക്കെ ടൈല് ഒട്ടിക്കുന്ന ജോലിയാണ്. അതിൻ്റെ താഴെ 2 പെൺകുട്ടികളാണ്. അവർ ഡിഗ്രിക്കും അതുപോലെ തന്നെ മറ്റ് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നു. അപ്പോൾ ഇവർ വിഷമം പറയാൻ വേണ്ടി വിളിച്ചത്, ഇവരുടെ വാപ്പ മരണപ്പെട്ടു പോയിട്ട് ഒരുപാട് നാളായി. ചെറുപ്പത്തിലെ മക്കൾ നല്ലതുപോലെ കഷ്ടപ്പെട്ടാണ് ഇവർ വളർത്തിയത്. ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ ചെലവ് മൊത്തം നോക്കുന്നത് ഈ മൂത്ത മകനാണ്. ഒരാൺകുട്ടിയാണുള്ളത്. മൂത്ത മോനാണ് ഉമ്മാക്ക് മരുന്ന് വാങ്ങാനും അതുപോലെ തന്നെ വീട്ടിലെ ചെലവും പിന്നെ ഈ 2 പെങ്ങന്മാരുടെ വിദ്യാഭ്യാസ ചെലവ് എല്ലാം നോക്കുന്നത് ഈ മൂത്ത മോനാണ്. ഓനിക്കാണെങ്കിൽ ഇത് ചെറിയൊരു ജോലിയാണുള്ളത്. അപ്പോൾ വലിയ സന്തോഷത്തിലാണ്, അൽഹംദുലില്ലാ. കുറഞ്ഞ വരുമാനമാണെങ്കിലും നല്ല സന്തോഷത്തിൽ പോവുകയാണ്. പക്ഷേ ഏകദേശം ഒരു 2 മാസത്തോളമായി ഞങ്ങൾ വലിയ കണ്ണീരിലാണ്, വലിയ പ്രയാസത്തിലാണ്. എന്താണ് പ്രയാസമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് അത്താണിയാവേണ്ട, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചെലവ് മുഴുവൻ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഞങ്ങളുടെ പൊന്നുമോൻ, എൻ്റെ മകൻ, അവൻ ഇപ്പോൾ വല്ലാത്തൊരു മോശം കൂട്ടുകെട്ടിലാണ്. അവൻ കഞ്ചാവിൻ്റെ അടിമയാണ്. അവൻ ജോലിക്ക് പോകുന്നില്ല, എപ്പോഴും വീട്ടിൽ വരുന്നു, വീട്ടിൽ എപ്പോഴും ഉണ്ടാകും, ഒരു റൂമിൽ കതകടച്ചതിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. പലപ്പോഴും പല കുട്ടികളും പല ആളുകളൊക്കെ വീട്ടിൽ വന്നു പോകുന്നുണ്ട് അവനിക്ക് കഞ്ചാവ് കൊടുക്കാൻ വേണ്ടി. വലിയ പ്രയാസത്തിലാണ് ഉസ്താദെ, ഞങ്ങൾ എന്ത് ദുആയാണ് പറയേണ്ടത്, എന്ത് ദിക്റാണ് പറയേണ്ടത്? പലപ്പോഴും അയൽവാസികളൊക്കെ ഞങ്ങളിങ്ങനെ വലിയ എന്താ പറയുക തിന്മ ചെയ്ത ആളുകളെ പോലെ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര കളിയാക്കലും, ഇനി ഒരു കല്യാണം
കല്യാണം ആലോചന വരുമ്പോൾ ശരിയാകുമോ, അങ്ങനെയുള്ള വലിയ ബേജാറിലാണ് ആ സഹോദരി, ആ ഉമ്മയുള്ളത്. അവരങ്ങനെ ഒരുപാട് വിഷമം തൻ്റെ ആ മകനെ പറ്റി പറയുകയാണ്. ഇനി എന്തെങ്കിലും ഒരു ഉപദേശം, മോനെ അങ്ങനെ ചെയ്യല്ലേ, ഇത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞാൽ മനമേലെ തട്ടിക്കയറുകയാണ്, ദേഷ്യപ്പെടുകയാണ്. വലിയ ശബ്ദത്തിൽ അവൻ ഒച്ചയിടുന്നു, അട്ടഹസിക്കുന്നു. ഏറ്റവും വലിയ അവൻ്റെ ശത്രു അവൻ്റെ ഉമ്മയായി മാറുന്ന, അല്ലെങ്കിൽ പെങ്ങന്മാരായി മാറുന്ന ഒരു വലിയൊരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിലൂടെയാണ് ആ കുടുംബം പോകുന്നത്. അപ്പോൾ പ്രത്യേകം ദുആ ചെയ്യണം, ഞങ്ങൾ എന്താണ് പറയേണ്ടത്, ചൊല്ലേണ്ടത് എന്നൊക്കെ ഒരുപാട് അവരിങ്ങനെ സങ്കടം പറഞ്ഞിരുന്നു. ഇത് ആ ഉമ്മയുടെ അല്ലെങ്കിൽ ആ സഹോദരിയുടെ അവരുടെ കുടുംബത്തിൽ മാത്രമല്ല, എത്രയോ കുടുംബങ്ങളിൽ ചിലപ്പോൾ ചില കുടുംബത്തിൽ പെൺകുട്ടികളെ കൊണ്ടാവാൻ വിഷമിക്കുന്നത്, ചില കുടുംബങ്ങളിൽ ആൺകുട്ടികളെ കൊണ്ടാവും വിഷമിക്കുന്നത്, ചില ആളുകൾ ഭർത്താക്കന്മാരെ കൊണ്ട്, ചില ഭർത്താക്കന്മാർ ഇത്തരത്തിലുള്ള ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അങ്ങനെ പല കുടുംബത്തിലും ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇതൊരു പ്രശ്നമാണെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ കുടുംബത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഡിഗ്രിക്ക് പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾക്കിടയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു ട്രെൻഡിങ് തെറ്റെന്ന് പറഞ്ഞാൽ നിരീശ്വരവാദമാണ്. അള്ളയില്ല, എന്തിന് നോമ്പ് പിടിക്കണം, എന്തിന് നിസ്കരിക്കണം, എന്തിന് നോമ്പ് പിടിക്കണം, എന്തിന് നിസ്കരിക്കണം, ഇപ്പം നിസ്കരിക്കാതെയൊക്കെ അല്ലേ ഞങ്ങൾ നടക്കുന്നത്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ, ഞങ്ങളൊന്നും റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നില്ല, ഞങ്ങളൊന്നും ഖുർആൻ ഓതുന്നില്ല, ഞങ്ങളൊന്നും തലയിൽ തട്ടമിടുന്നില്ല, ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത് എന്ന് തൻ്റെ കൂട്ടുകാരികൾ ഉപദേശിച്ചിട്ട് നിരീശ്വരവാദത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക്, അള്ളയില്ല, മതമൊന്നും വേണ്ട, നമുക്ക് സ്വതന്ത്രമായി ഇങ്ങനെ ജീവിക്കാം, ആ ഒരു വലിയൊരു വിഷം ഇന്ന് നമ്മുടെ മക്കൾക്കിടയിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും, നമ്മളെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ചിലപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ മോളും മോനും അവർ മുസ്ലിമായിട്ടാണ് പോകുന്നതെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ ഈ മുസ്ലിം എന്ന ഐഡന്റിറ്റിയിൽ നിന്നും പലപ്പോഴും മാറിപ്പോയിട്ടുണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, അലാമത്തു സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ അവൻ രാവിലെ, അവൻ പ്രഭാതത്തിൽ മുസ്ലിം ആയിരിക്കും, പിന്നെ വയുംസി കാഫിറ, അവൻ വൈകുന്നേരം തിരിച്ചു വരുന്നത് ചിലപ്പോൾ അമുസ്ലിമായിട്ടാവാം, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാവാം. ചിലപ്പോൾ വൈകുന്നേരം അവൻ മുസ്ലിം ആവാം, രാവിലെയാകുമ്പോൾ അവൻ മുസ്ലിമിൽ നിന്നും പുറത്തു പോകുന്ന, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ചില തെറ്റുകൾ ചെയ്തിട്ടാവാം. ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒരുപാട് പ്രതിസന്ധികളും. ഈ സമയത്ത് ഈ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും, നമ്മുടെ മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾ, നമ്മുടെ സന്താന പരമ്പര എല്ലാവരുടെയും മനസ്സ് ഈമാൻ ഉള്ളതായി മാറണം. പാറ പോലെ നമ്മുടെ മനസ്സിൽ ഈമാൻ ഉറക്കണം. അതുപോലെ നമ്മുടെ മക്കളോ നമ്മളോ നിരീശ്വരവാദത്തിലേക്കോ യുക്തിവാദത്തിലേക്കോ അനുസരണക്കേടിലേക്കോ പോകാതിരിക്കാൻ മാതാപിതാക്കളായ നമുക്കും ചെയ്യാനുണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ. മാതാപിതാക്കളായ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രധാനമായി നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെ പല രക്ഷിതാക്കളും മക്കളെ പറ്റി പറയുന്ന പരാതിയാണ്, ഇബാദത്ത് ചെയ്യുന്നില്ല, അവർ നിസ്കരിക്കുന്നില്ല, നിസ്കരിക്കാൻ ഭയങ്കര മടിയാണ്. അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് തലയിൽ തട്ടയിടാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഭയങ്കര മക്കളെ കൊണ്ട് വിഷമിക്കുന്ന, മക്കളുടെ ഈ ദുസ്വഭാവം കാരണം ഇടങ്ങേറാകുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമുക്കിന്ന് കാണുവാൻ പറ്റും അല്ലെ. മക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമങ്ങൾ, ഇപ്പോൾ ഈ തൊലാക്കുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. മക്കളുടെ ഈ വിവാഹ ബന്ധം അല്ലെങ്കിൽ മക്കളുടെ കുടുംബജീവിതം തകർന്നിട്ട് അതിൽ മനം നൊന്ത് എത്രയോ ഉമ്മയും വാപ്പയും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ ആത്മഹത്യ നടത്തിയ എത്രയോ മക്കളുണ്ട്. ആ മക്കളുടെ മാതാപിതാക്കൾ ഇന്നും വിഷമത്തിലാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നു, അവരെ തെറി പറയുന്നു, അവരെ ഉപദ്രവിക്കുന്നു. അതുപോലെ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഞ്ചാവിനും കള്ളിനും ഒക്കെ അടിമപ്പെട്ട എത്രയോ ആളുകളുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ നന്നാവാൻ നമ്മളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് മക്കൾക്ക് വേണ്ടി അകമഴിഞ്ഞിട്ടുള്ള ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ദുആഉൽ വാലിദി ലിവലദിഹി കദുആഉൻ നബിയ്യി ലി ഉമ്മത്തി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയം, നബിതങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മ അതുപോലെ വാപ്പ തൻ്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഒരു പ്രവാചകർ ആ പ്രവാചകരുടെ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ ഉമ്മമാര്, എൻ്റെ ഉപ്പമാര്, ഞാനൊരു ഉപ്പയാണ്, നമ്മുടെയൊക്കെ
മക്കള് സ്വാലിഹീങ്ങളാവാൻ, സ്വാലിഹാത്തുകളാവാൻ, പറഞ്ഞാൽ അനുസരണയുള്ളവരാവാൻ നമ്മളാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായും ദുആ നമ്മൾ മുറുകെ പിടിക്കുക. എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ രക്കുക. എപ്പോൾ നമ്മൾ ദുആ ചെയ്താലും മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടി ദുആ ചെയ്യാത്തൊരു ദുആ ഉണ്ടാവാതിരിക്കുക. എപ്പോഴെങ്കിലും നമ്മൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്ന സമയത്ത്, എപ്പോഴെങ്കിലും അല്ലേ, എപ്പോഴും നമ്മൾ ഉയർത്തുന്ന സമയത്ത് രണ്ട് ദുആ മറന്നു പോകരുത്. ഒന്ന് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ, രണ്ട് നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ദുആ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ അടയാളത്തിൽപ്പെട്ടതാണ് അവർ ദുആ ചെയ്യും. എങ്ങനെ അവർ ദുആ രക്കും? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന ദുആ മുഅ്മിനീങ്ങളായ ആളുകൾ അധികരിപ്പിക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ദുആ അധികരിപ്പിച്ചാൽ ഒരുപാട് നേട്ടമുണ്ട്. ഒന്ന്, നമ്മുടെ സ്വഭാവം നന്നാവും, നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നാവും, അതുപോലെ നമ്മളൊക്കെ ഒരു മുത്തഖിയായി മാറും, ഈമാനുള്ള തഖ്വയുള്ളവരായി മാറും, സ്വർഗത്തിന്റെ അഹ്ലുകാരായി മാറും. ഒരൊറ്റ ദുആക്ക് ഇത്രയോ അധികം പ്രതിഫലമുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന ദുആയാണ്, എന്നാലും നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ സന്താന പരമ്പരകൾ, അല്ലാഹുവേ റബ്ബേ, ഇവരിലൊക്കെ എനിക്ക് നീ കൺകുളിർമ തരണേ അല്ലാ. മുത്തഖീങ്ങളായ ആളുകൾക്ക് നീ ഞങ്ങളെ ഇമാമാക്കണേ അല്ലാ എന്നാണ് ഏകദേശം അർത്ഥം. അതുകൊണ്ട് ഈ ദുആ മറന്നു പോകരുത്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആരക്കുന്ന ദുആകളിൽ പ്രധാനപ്പെട്ട ദുആ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മക്കളെ കൊണ്ട് വിഷമിക്കുന്ന ഉമ്മമാരുണ്ടോ, ഉപ്പമാരുണ്ടോ? നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു, യുക്തിവാദത്തിലേക്ക് പോകുന്നു, അള്ളയില്ല, പടച്ചോനില്ല, ഖുർആനില്ല, ഹദീസില്ല, അതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ ദീൻ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പഴഞ്ചനാണ്, ദീനിന്റെ നിയമങ്ങൾ അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനുള്ളതാണ് എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ കുന്നുകൂടി. അല്ലെ, ചില ആളുകൾക്കുണ്ട്, എത്രയോ ആളുകൾ വസ്വാസാണ്, നിസ്കരിക്കണോ വേണ്ടയോ, അള്ളാഹ് ഉണ്ടോ വേണ്ടയോ, അങ്ങനെ വല്ലാത്ത വസ്വാസ് ഉണ്ടാക്കാൻ ഇന്ന് ഒരുപാട് ആളുകളുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നാൽ എത്രയോ നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലെ, വയനാട് ദുരന്തം, വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് പടച്ചോനില്ല, പടച്ചോനുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുമോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ സാധാരണക്കാരായ പല ആളുകളും അതിൽ പെട്ടുപോവുകയാണ്. അതിന്റെ മറുപടി നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളിവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് സുഖിക്കാനും രസിക്കാനും വേണ്ടി മാത്രമല്ല, നമ്മളെ പരീക്ഷിക്കാനും കൂടി വേണ്ടിയാണ് നമ്മൾ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ പ്രയാസങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. ആ സമയത്ത് പിടിച്ചു നിൽക്കുമ്പോഴാണ് അല്ലാഹുവിനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരവസരത്തിൽ വിശദമായി നമുക്കത് പറയാം. അപ്പോൾ ഈ ദുആ നമ്മൾ പഠിച്ചു. രണ്ടാമതായ ഒരു ദുആ വല്ലാത്ത പവറുള്ള ഒരു ദുആയാണ്. മഹത്തുക്കളായ ആളുകളൊക്കെ അവരുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുള്ള ദുആയാണ്. ഏതാണ് ദുആ? അല്ലാഹുമ്മ ജഅൽ നിഅമതനാ ദായിമാ വദൗലതനാ ഖായിമാ വഔലാദനാ സ്വാലിഹീന ആലിമീന ഹാഫിളീന നാഫിഈന ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. ഉസ്താദ്, ഇത് വലിയൊരു ദുആയല്ലേ? ചെറിയൊരു ദുആയാണ്, പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ദുആയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ ജഅൽ നിഅമതനാ ദായിമാ വദൗലതനാ ഖായിമാ വഔലാദനാ സ്വാലിഹീന ആലിമീന ഹാഫിളീന നാഫിഈന ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടല്ലേ? ഒരുപാട് നിഅമത്താണ് നമുക്ക് പടച്ചവൻ തന്നിട്ടുള്ളത്. ആ നിഅമത്ത് തന്ന അനുഗ്രഹങ്ങളൊക്കെ നീ നിലനിർത്തി തരണം. ഒന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ വാഹനം, ഞങ്ങളുടെ കുടുംബം, ഇതൊക്കെ നീ തന്ന ഒരു അനുഗ്രഹമാണ്. ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ആരോഗ്യം, ഇതൊക്കെ നീ തന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ എന്നാണ് ആ ദുആഇന്റെ അർത്ഥം. അതുപോലെ ഞങ്ങളുടെ മക്കൾ, ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കൾ, ആ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം, ആലിമീങ്ങളാക്കണം, ഹാഫിളീങ്ങളാക്കണം, നാഫിഈങ്ങൾ, ഗുണമുള്ളവരാക്കണം. എവിടെ? ദീനിലും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവേ ഗുണമുള്ളവരാക്കി മാറ്റണേ എന്നുള്ള ദുആയാണ്. വല്ലാത്തൊരു ദുആയാണ്. നമുക്കിതൊക്കെ സുജൂദിൽ കിടന്നിട്ട് നമ്മൾ ഈ ദുആ ചെയ്താലുണ്ടല്ലോ, നമ്മളെ നിസ്കാരത്തിൽ മലയാളത്തിൽ നമുക്കൊരു ദുആയും പറ്റൂല. നിസ്കാരത്തിൽ മലയാളത്തിൽ നമ്മൾ നാവ് കൊണ്ടൊരു ദുആയും പറയാൻ പാടില്ല. നിസ്കാരത്തിൽ നാവ് കൊണ്ട് നമ്മൾ ഉറക്കെ, അതായത് സംസാരിക്കുന്നത് പോലെ മലയാളത്തിൽ നമ്മൾ സംസാരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. പക്ഷെ അറബിയിൽ നമുക്ക് ദുആരക്കാൻ പറ്റിയൊരു ദുആയാണ് മക്കളുടെ സ്വഭാവം നന്നാവാനും, അവരുടെ എല്ലാ ഇടങ്ങേറുകൾ മാറാനും, അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാവാനും, അവരുടെ ജോലിയിലൊക്കെ ഖൈറുണ്ടാവാനും, എല്ലാ തരത്തിലും നമ്മുടെയും മക്കളുടെ
നമ്മളുടെയൊക്കെ ഈമാൻ പാറ പോലെ ഉറക്കാനും പറ്റിയൊരു ദുആ. അല്ലാഹുമ്മ ജഅൽ നിഅമതനാ ദായിമാ വദൗലതനാ ഖായിമാ വഔലാദനാ സ്വാലിഹീന ആലിമീന ഹാഫിളീന നാഫിഈന ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ ഇതൊന്നും കൂടി കേട്ടിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഒന്ന് ബുക്കിലേക്ക് എഴുതിയെടുക്ക്. അല്ലാഹുമ്മ ജഅൽ നിഅമതനാ ദായിമാ വദൗലതനാ ഖായിമാ വഔലാദനാ സ്വാലിഹീന ആലിമീന ഹാഫിളീന നാഫിഈന ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. അപ്പോൾ ഈ ദുആ മറന്നു പോവണ്ട, വല്ലാത്തൊരു ദുആയാണ്. അതുപോലെ തന്നെ ഒരുപാട് സഹോദരന്മാർ പറയുന്നുണ്ട്, ഉസ്താദേ ഞങ്ങൾ തെറ്റിലേക്ക് ഇങ്ങനെ പോവുക, പലപ്പോഴും തെറ്റ് ചെയ്യാൻ ഇങ്ങനെ തോന്നുകയാണ്, അതുപോലെ തന്നെ വസുവാസാണ്, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, സങ്കടങ്ങളാണ്, അതൊക്കെ ഞങ്ങൾക്കൊന്ന് മാറിക്കിട്ടാൻ എന്ത് ചെയ്യും? എല്ലാ ദിവസവും എല്ലാവിധ ഖൈറുണ്ടാവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നും ചില ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു നിത്യജീവിതത്തിൽ നമ്മൾ പറയൽ പ്രത്യേകം നല്ലതും, അതുപോലെ പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന നിരവധി ദുആകളുണ്ട്. ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഖുർആനിലുള്ള ദുആകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു, നമ്മുടെ ഹൃദയം ഒരു ചാഞ്ചല്യമില്ലാതെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ നിന്നും തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്നും തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവാതെ പല ആളുകളും ഇപ്പോൾ ആത്മഹത്യ കൂടുകയാണ്, അല്ലേ? അതായത് നിസ്കാരമുള്ള കുട്ടിയാണ്, നമ്മൾ പറയാറുണ്ട് അവൾ ഭയങ്കര നിസ്കാരമുള്ള കുട്ടിയായിരുന്നല്ലോ, അതുപോലെ തന്നെ ഭയങ്കര ഈമാനുള്ള കുട്ടിയായിരുന്നല്ലോ, പിന്നെ അവൾക്ക് എങ്ങനെ ഇത് സംഭവിച്ചു? പലപ്പോഴും ഒളിച്ചോടിപ്പോകും, മറ്റു മതസ്ഥരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന കുട്ടികളെ പറ്റി പലപ്പോഴും പറയാൻ ആളുകളും ഈ കാര്യം പറയാറുണ്ട്. അതുപോലെ ആത്മഹത്യ ചെയ്യും, ചിലപ്പോൾ തൂങ്ങി മരിക്കും, അല്ലെങ്കിൽ പുഴയിലേക്ക് ചാടി മരിക്കും. അങ്ങനെ മരിക്കുന്ന എത്രയോ ആളുകളുണ്ട്, ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ പറ്റി നമ്മൾ ആദ്യം പറയുന്നു, അവൻ അങ്ങനെ ചെയ്യില്ല, കാരണം അവൻ 5 വഖത്ത് നിസ്കരിക്കുന്നവനാ, കഴിഞ്ഞ റമദാൻ ഞങ്ങൾ ഒന്നിച്ചാണ് ഇഅ്തികാഫ് ഇരുന്നത്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് ഈമാൻ ഇല്ലാതായി പോകുന്ന, തെറ്റിപ്പോകുന്ന സമയത്ത് നമുക്ക് പിശാച് നമ്മുടെ മനസ്സിലേക്ക് വന്ന് നമുക്ക് ദുർബോധനങ്ങൾ തന്ന് നമ്മളെ ഇടങ്ങേറിലാക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഒരു ദുർബോധനം, പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും നമുക്ക് കാവൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ദുആയും കൂടി നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ഞാനൊന്ന് പറയട്ടെ, കേട്ടോ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ ഇസ്ലാമിക വ ത്വാഅതിക യാ റബ്ബൽ ആലമീൻ. വളരെ എളുപ്പമുള്ള ദുആയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി, എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ, അലാ ദീനിക വ ഇസ്ലാമിക വ ത്വാഅതിക, ദീനിലായി ഇസ്ലാമിലായി നിന്നെ വഴിപ്പെടുന്നതിലായി എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ. ഇതാണ് ആ ദുആ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ ഇസ്ലാമിക വ ത്വാഅതിക യാ റബ്ബൽ ആലമീൻ. ഒന്ന് പറഞ്ഞ്, എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഒരു 3 പ്രാവശ്യം പറഞ്ഞ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ ഇസ്ലാമിക വ ത്വാഅതിക യാ റബ്ബൽ ആലമീൻ. നല്ല മനസ്സോടുകൂടി പറ. നമ്മുടെ ഈമാൻ തെറ്റിപ്പോവരുത്, നമുക്ക് ഒരു തെറ്റിലേക്കും പോവരുത്, അബദ്ധത്തിലേക്ക് പോവരുത്, മോശം സ്വഭാവത്തിലേക്ക് പോവരുത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞ ഒരു 2 പ്രാവശ്യം കൂടി നമുക്ക് പറയാം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ ഇസ്ലാമിക വ ത്വാഅതിക യാ റബ്ബൽ ആലമീൻ. ഒരു പ്രാവശ്യം കൂടി എല്ലാവരും ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ ഇസ്ലാമിക വ ത്വാഅതിക യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് 3 ദുആ പഠിച്ചു, അല്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആ മറന്നു പോവണ്ട. അതുപോലെ തന്നെ അല്ലാഹുമ്മ ജഅൽ നിഅമതനാ ദായിമാ വ ദൗലതനാ ഖായിമാ വ ഔലാദനാ സ്വാലിഹീന ആലിമീന ഹാഫിളീന നാഫിഈന ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. രണ്ടാമത്തെ ദുആ അതാണ്. മൂന്നാമത് ഇന്ന് നമ്മൾ പഠിച്ച ദുആ ഏതാണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ ഇസ്ലാമിക വ ത്വാഅതിക യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊന്നും മറന്നു പോവരുതേ. ഇതൊക്കെ ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഒരു ഇസ്മു ഞാൻ കൂടി പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ 99 പേരുകളുണ്ട്. ഈ 99 പേരിൽ
എല്ലാ പേരിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ്, വ്യത്യസ്തമായ പോരിശകളാണ്, മഹത്വങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ഹാദി യാ അല്ലാഹ്. അള്ളാഹുവെ സന്മാർഗം നൽകുന്നവനെ റബ്ബേ, എനിക്ക് നീ സന്മാർഗം നൽകണേ അല്ലാ. ഈ ഇസ്മിൻ്റെ ശ്രേഷ്ഠത പറയുന്ന മഹത്തുക്കൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു മനുഷ്യൻ നല്ല ഹൃദയത്തോടെ നല്ല മനസ്സോടുകൂടി അവൻ ദുആ ചെയ്യുന്ന സമയത്തൊക്കെ യാ ഹാദി, അതായത് ദുആ ഇറക്കുന്നതിന് മുമ്പ് യാ ഹാദി യാ അല്ലാഹ്, അപ്പം മനസ്സിലേക്ക് നമ്മൾ അർത്ഥം വരണം. യാ ഹാദി യാ അല്ലാഹ്, സന്മാർഗം തരുന്നവനെ. അല്ലെ, മരിക്കുന്ന സമയത്ത് നമുക്കറിയില്ല, നമ്മളിപ്പോൾ മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. മരിക്കുന്ന സമയത്ത് നമ്മൾ മുസ്ലിമാണോ അതോ വേറെ എന്തെങ്കിലും അവസ്ഥയിലായിരിക്കുമോ എന്ന് നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് യാ ഹാദി യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ് എന്ന് കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ദുആയിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ ദുആ സ്വീകരിക്കും, ഹിദായത്ത് തരും. ഈമാൻ, ഇഖ്ലാസ്, തഖ്വയൊക്കെ നമുക്കുണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിരവധി ആളുകളാണ് ഉസ്താദേ പ്രത്യേകം ദുആ ഇറക്കണേ, എത്രയോ ദുആ വസിയത്താണ് ഓരോ ദിവസവും ആളുകൾ, സഹോദരിമാർ, സഹോദരങ്ങൾ പറയാറുള്ളത്. എല്ലാവർക്കും വേണ്ടി ദുആ ഇറക്കും ഇൻഷാ അല്ലാഹ്. നമുക്കൊക്കെ വേണ്ടി നിങ്ങളൊക്കെ ദുആ ഇറക്കണം. അല്ലാഹു നമ്മുടെ ഈ സ്നേഹബന്ധം നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും റബ്ബ് തആല നമ്മുടെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മാറ്റി തരുമാറാവട്ടെ. ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ വേറെ അന്താരാഷ്ട്ര കാര്യമൊന്നുമല്ല പറയുന്നത്, നമ്മൾ ദീനാ പറയുന്നത്. ഖുർആനിൽ വന്ന, ഹദീസിൽ വന്ന ദിക്റും സ്വലാത്തും തസ്ബീഹും അള്ളാഹുവിൻ്റെ ഇസ്മും അതിൻ്റെ മഹത്വങ്ങളൊക്കെയല്ല നമ്മൾ പറയുന്നത്. അള്ളാഹു എന്തുകൊണ്ടും സ്വീകരിക്കുന്ന ഒരു മജ്ലിസാണ്. പടച്ച റബ്ബ് നമ്മളിൽ നിന്നും സംഭവിച്ചു പോയ തെറ്റുകളൊക്കെ പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ മാറ്റി തരട്ടെ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും ശിഫയാക്കി തരുമാറാവട്ടെ, മാറ്റി തരുമാറാവട്ടെ. നമുക്ക് ഈമാൻ അള്ളാഹു അധികരിപ്പിച്ച് തന്ന് മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ പറ്റുന്ന നല്ല ഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.